പിന്നെ ചോദിച്ചിരിക്കുന്നത് പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും കൂടുതൽ എൻഗേജ് ആയ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ചാനൽ തുടങ്ങിയത് ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു 3 or 4 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലൊക്കെയാണ് തോന്നുന്നു ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുവരെ എൻഗേജ് ആയിരുന്നത് ഫുഡ് ഉറക്കം ഇതായിരുന്നു. ചാനൽ തുടങ്ങിയപ്പോൾ ഫുഡ് ഉറക്കം ചാനൽ അതാണ് എൻഗേജ് ആയ കാര്യം. യൂട്യൂബ് ചാനലാണ് ഭയങ്കരമായിട്ട് എൻഗേജ് ആയ കാര്യം എന്ന് പറയുന്നത്. എപ്പോഴും വീഡിയോസിനെ കുറിച്ചിട്ടുള്ള സെർച്ചിങ്, എന്തൊക്കെ വീഡിയോസ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് എൻഗേജ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് 6th മന്തിൽ യോഗ ഓർ ബ്രീത്തിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യോഗ ഞാൻ ആദ്യം ചെയ്തിരുന്നു, ഇപ്പം ഞാൻ ചെയ്യണില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നില്ല, കാരണം ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യണം. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ യൂട്യൂബിൽ പേളിമണിയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു 3 ലേബർ ബ്രീത്തിങ് എക്സസൈസ് എന്നും പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ തോന്നുന്നു. ആ വീഡിയോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അതിലത്തെ ബ്രീത്തിങ് എക്സസൈസാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ മെഡിറ്റേഷൻ മാത്രമാണ് ചെയ്യണേ. ഇത് രണ്ടാമത് ചെയ്യണം കേട്ടോ. പിന്നെ ഹസ്ബൻഡ് നാട്ടിലാണോ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഹസ്ബൻഡ് നാട്ടിലല്ല കേട്ടോ വർക്ക് ചെയ്യണത്. ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്, അവിടെ ആണ് വർക്ക് ചെയ്യണത്, നാട്ടിലല്ല കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് വന്നിട്ടുള്ളത്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് സ്വിങ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിൻ, അതായിരുന്നു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വോമിറ്റിങ് ഇത് 3 ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡിലേക്ക് വന്നപ്പോൾ വോമിറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, എന്നാൽ വോമിറ്റിംഗ് ഉണ്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. പിന്നെ എന്താ പറയുക, പിന്നെ ഇങ്ങനെ ഓരോരോ വേദനകളായി. അതായത് ചില ദിവസം കാലുവേദന, ചില ദിവസം കൈവേദന, അങ്ങനെ ചെറിയ ചേഞ്ചസ്. പക്ഷേ എനിക്ക് കുറേ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസാണ് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ ഒക്കെ ഓവറായിട്ട് ഒരു പ്രശ്നം അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയേ വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങനെ പറയാൻ മാത്രം. പിന്നെ ബാക്ക് പെയിനാണ് ഒരു ഇതായിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ള ഒരു സംഭവമാണ്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഡോക്ടറോടൊക്കെ നമ്മൾ മാറി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എല്ലാം അസുഖം പറയാൻ, പക്ഷേ ഡോക്ടറോടും അതിന് വേറെ ഇതൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബേബി വെയിറ്റൊക്കെ വെച്ച് ഇങ്ങനെ വരല്ലേ, ഇപ്പോൾ നമ്മുടെ വയറൊക്കെ സ്ട്രെച്ചായി വരുമ്പോൾ ബാക്കിലേക്ക് പ്രഷർ വരണതാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മൂവ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, മറ്റേ വേദനയുടെ മരുന്നില്ലേ, അത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കേട്ടു വീഡിയോയിലും അതുപോലെ ഇങ്ങനെ പറയുന്ന കേട്ടോ അതങ്ങനെ യൂസ് ചെയ്യണം നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനതും നിർത്തി കേട്ടോ. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ തീരെ സഹിക്കാൻ പറ്റാതെ ആവുന്ന ടൈമിൽ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഞാൻ ചെയ്യണ ഒരു കാര്യം അതാണ്, അല്ലാതെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒന്നല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ മറ്റേ ഹോട്ട് വാട്ടർ ബാഗിൽ വെള്ളമാക്കിയിട്ട് പുറത്ത് വയ്ക്കാം, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതൊക്കെയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. ഭയങ്കര ഓവർ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. വണ്ടി പോയതാണ് അപ്പം അങ്ങനെ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ക്രേവിങ്സ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഫുഡ് ക്രേവിങ്സ് ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ വറുത്തത് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ പരിപ്പ് വട, അത് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഇങ്ങനെ ഫുഡ് ക്രേവിങ്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് കഴിക്കാൻ കൊതി വരിക എന്ന് പറയില്ലേ, അതായത് ഇപ്പോൾ മന്തി കഴിക്കണം അങ്ങനെ ഒരു കൊതി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കൊതികൾ, അല്ലാതെ ഇങ്ങനെ ഭയങ്കര ക്രേവിങ് എന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെയുള്ള 2 സാധനങ്ങൾ, ഒന്ന് ചിക്കൻ വറുത്തതും ഒന്ന് പരിപ്പ് വടയാണ്, വേറെ അങ്ങനെയൊന്നുമില്ല. ലൈഫ് എങ്ങനെയുണ്ട്, നല്ലതാണോ അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാരേജ് ലൈഫ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് മാരേജ് ലൈഫ് ഓക്കെയാണ്. അതായത് എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് അടിപൊളിയാണ്. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. അതുപോലെ ഇത് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാരേജ് ലൈഫ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ബേർഡൻ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എന്ത് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് ഡിസിഷൻ എടുക്കാറുള്ളതും. അതുപോലെ എന്തെങ്കിലും
എന്തെങ്കിലും എന്തെങ്കിലും വാക്ക് തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ അല്ല അത് തോന്നിക്കഴിഞ്ഞാൽ അത് അന്ന് തന്നെ ക്ലിയർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാരേജ് ലൈഫ് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഉണ്ണിയും കൂടി വന്നിട്ട് എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. ഇതുവരെയുള്ള മാരേജ് ലൈഫ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പോൾ ചെറിയൊരു വിഷമം ഇപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, മന്ത്ലി അല്ലേ വരുന്നുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ മന്ത്ലി വരണുള്ളൂ എന്ന് പറയാം, മന്ത്ലി വരാലോ എന്ന് ചിന്തിക്കുമ്പോൾ സമാധാനം. വേറെ എവിടെയെങ്കിലും പുറത്തൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ മന്ത്ലി എല്ലാ മന്തും ഒരു പ്രാവശ്യം വന്ന് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്. അങ്ങനെ പിന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുമോ ചോദിച്ചിട്ടുണ്ട്. ലവ് സ്റ്റോറി ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറയണോ വേണ്ടെന്ന് ഒറ്റയ്ക്ക് എടുക്കേണ്ട ഡിസിഷൻ അല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഇൻക്ലൂഡ് ആവുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ചാനൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വലുതാവട്ടെ, എന്നിട്ട് ആൾക്കാരൊക്കെ ആയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അത് നമുക്ക് അപ്പം നോക്കാം. പിന്നെ ചോദിച്ചിട്ടുണ്ട് പ്രഗ്നൻസി ടൈം ഫുഡ് റുട്ടീൻ ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി പ്രഗ്നൻസി ടൈം ഫുഡ് റുട്ടീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് കണ്ടു നോക്കുക. ഇനിയും ചെയ്യും. ഇനി പ്രഗ്നൻസി ടൈമിൽ ഫുഡ് റുട്ടീൻ ചെയ്യും. ഞാനിപ്പോൾ അന്ന് ചെയ്ത ഫുഡ് റുട്ടീനിൽ ഞാൻ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അതിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ, അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ എത്ര മന്തായി ചോദിച്ചിട്ടുണ്ട്. 6 മന്താണിപ്പോൾ. സെപ്റ്റംബർ 1 7 മന്താവും കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത് ഇത്തിരി വലിയ ക്വസ്റ്റ്യനാണ്. ഏതൊരു ഗേളും അമ്മയാവാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ എക്സ്ട്രീം ഹാപ്പി ആയിരിക്കും. ബട്ട് ദീസ് 9 months make both physical and mental changes. I think physical changes will be more familiar to all. What about mind? എന്തൊക്കെ മൂഡ് സ്വിങ്സ് ആണ് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശരിയാണ്, അമ്മയാവാൻ പോകണു എന്നറിയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ 9 months ഫിസിക്കൽ ചേഞ്ചസും ഉണ്ടാവും, മെൻ്റൽ ചേഞ്ചസും ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്. മെൻ്റൽ ചേഞ്ചസും ഉണ്ടാവും. മെൻ്റൽ ചേഞ്ചസ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഫേസിൽ വരുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ. മെൻ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫിസിക്കലായിട്ട് ഉണ്ടാവുമ്പോൾ മെൻ്റലി നമുക്കൊരു ചിലപ്പോൾ ഒരു തരും, ഇത്ര നാൾ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ നടന്നിരുന്നത്, ഇപ്പം ഞാൻ ഓവറായിട്ട് വണ്ണം വെച്ചു, അല്ലെങ്കിൽ കഴുത്തിനവിടെ കറുത്തു, മുഖത്ത് മൊത്തം പിമ്പിൾ വന്നു, അങ്ങനെ പല പല തോട്ട് നമുക്ക് വരും. ഈ തോട്ട് നമുക്ക് വരാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോൾ നമ്മളാണ് പറയും ഭയങ്കര വണ്ണം വെച്ചൂലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ടോക്കിൽ. പിന്നെ പറയും തള്ളലുക്കായി എന്നൊക്കെ ഉള്ള കുറേ നമ്മുടെ ഫാമിലിയിലും പറയും, ഫ്രണ്ട്സ് ആയാലും പറയും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ആദ്യം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് മെൻ്റലി നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അയ്യോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇത് ശരിയാവില്ലേ, ഇനിയിപ്പോൾ നമ്മൾ പഴയ പോലെ ആവില്ലേ, അങ്ങനത്തെ ചിന്തകൾ നമുക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പഴയ പോലെ ആവുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചാലാണ് നമ്മൾ പഴയൊരു കോലത്തേക്ക് നമുക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആലോചിക്കുക ഇതൊക്കെ നമ്മുടെ ബേബിക്ക് വേണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ മാറുന്ന പ്രശ്നങ്ങളുള്ളൂ. അത് സ്റ്റാർട്ടിങ് നമുക്കതൊന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഒന്നിങ്ങനെ വന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കൂട്ടും. സങ്കടം ഉണ്ടാവും. ഞാൻ ഒക്കെ വെറുതെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് വൈകുന്നേരം. എന്തിനാന്ന് എനിക്കറിയില്ല, വെറുതെ കരയും. അത് ഫസ്റ്റ് കേട്ടോ, അതാണ് ഈ പറഞ്ഞ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിലുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ആകുമ്പോഴേ നമ്മൾ ഇത്ര നാൾ നല്ല ഭംഗിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ട് അവിടെ ഇവിടെ ഓരോ കളറുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ മാക്സിമം പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്നുള്ളൊരു ചിന്ത നമുക്ക് പിന്നീട് വരണം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ നമുക്കത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എനിക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ, എല്ലാ സ്റ്റേജിലൂടെയും നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഹൗ ഇസ് ദിസ് ജേർണി എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഹൗ ഇസ് ദിസ് ജേർണി എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു ടൈം വരെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്. ആ ടൈം വരെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ശരി. അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ ചേഞ്ചസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കുറേ നെഗറ്റീവായിട്ടായിരിക്കും അതിന് എടുക്കുക. പിന്നെ അത് നമ്മൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ അതായിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നുണ്ടാവുക. അപ്പോൾ അവർ പറയണതും നമ്മുടെ ചിന്തകളും ഒക്കെ കൂടി ചേരുമ്പോൾ നമ്മൾ കുറേ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിച്ചു കിട്ടും. പക്ഷേ ഒരു മൊമെൻറ്റിൽ നമ്മളതൊക്കെ റിയലൈസ് ചെയ്യും, ഇതൊക്കെ നമ്മുടെ ബേബിക്ക് വേണ്ടിയാണല്ലോ, ബേബി വരുന്നവരല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ പതിയെ 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 നമ്മൾ സെറ്റാവും. അങ്ങനെ സെറ്റാവുന്ന ടൈം തൊട്ടിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എനിക്കതിന് ഓവർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി സിംറ്റംസോ ഭയങ്കര ഛർദി അല്ലെങ്കിൽ ഭയങ്കര തലവേദന, ഭയങ്കര ബാക്ക് പെയിൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഫുഡിനോടുള്ള ഇഷ്ടം പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെയൊന്നും അത്ര ഓവറായിട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം വരെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേണി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിങ്ങനെ പോകുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ മമ്മി കോൾ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ എന്താ പറയുക, ഈ ഒരു സമയം ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം ഞാൻ മമ്മീൻ്റെ അടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പണി എടുക്കണ്ട, ഫുൾ ടൈം കിടക്കുക, ഫുഡ് എല്ലാവരും കാണാൻ വരുന്നു, അതായത് റിലേറ്റീവ്സ് വരുന്നു കാണാൻ, അവർ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു, ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ എൻ്റെ അമ്മയിലും മമ്മയിലും പറയും ബേബി വരണ വരെ ഉള്ളൂ, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല, ബേബിയുടെ പിന്നാലെ നടക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം മാക്സിമം എൻജോയ് ചെയ്യുക എന്നാണ് എൻ്റെ അമ്മയും എൻ്റെ മദർ ഇൻ ലോയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി കാര്യം ഞാൻ എൻജോയ് ചെയ്യണം. ഇപ്പോൾ ബേബിയുടെ ഇപ്പോൾ ഞാൻ പറയില്ലേ ബേബി മൊമെൻറ്റ്സ് ഞാൻ 4th മന്ത് ലാസ്റ്റ് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഭയങ്കര എന്താ പറയുക, അതൊക്കെ എനിക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെയായിരിക്കും, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞാൽ എനിക്ക് സുവർണ്ണ കാലഘട്ടമായിരുന്നു കേട്ടോ. സ്വർണ്ണ കാലഘട്ടമാണ് ഇതുവരെ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി ചോദിച്ചിരിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ ഹെൽത്തി ഫുഡ് എന്തൊക്കെയാണ് കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ട് ടു ഈറ്റ് അറ്റ് നൈറ്റ് വെൻ പ്രഗ്നൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. രാത്രി ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. ഞാൻ സാധാരണ രാത്രി ആദ്യമൊക്കെ ഞാൻ ഭയങ്കര വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ വയറ് നിറച്ചിങ്ങനെ കഴിക്കായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല, കാരണം വയറിൻ്റെ ഉള്ളിൽ സ്ഥലം വേണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കൽ കുറച്ച്. ഇപ്പം നൈറ്റ് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതായത് എന്തെങ്കിലും കുറച്ച് നൈറ്റ് എപ്പോഴും കുറച്ച് കഴിക്കുക, പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക, അങ്ങനെയൊക്കെ. അല്ലാതെ നൈറ്റ് പ്രത്യേകം ഒരു ഫുഡ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ കഴിക്കണില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബേബിയുടെ അനക്കം എങ്ങനെയുണ്ട്, ഹൗ ഇറ്റ്സ് ഫീൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബേബിയുടെ അനക്കം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 4th മന്ത് ലാസ്റ്റ് 5th മന്ത് സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് അനക്കം ബേബിയുടെ കിട്ടിത്തുടങ്ങിയത്. അനക്കമല്ല, ഒരു തുടിപ്പ് പോലെ. ഇപ്പോഴാണ് നല്ല രീതിയിൽ അനങ്ങുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മുളച്ച് വരുന്ന പോലെ നമുക്ക് കാണാം. അപ്പോൾ 6th മന്താണ്. ഇപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് വരുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ബേബിയുടെ അനക്കം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കിങ്ങനെ പറയണ്ടെന്നറിയില്ല. ചിലപ്പോൾ എനിക്കങ്ങനെ പെയിൻ, ചിലർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പെയിനാണ്, ചിലപ്പോൾ എനിക്കത് ആവാറായിട്ടുണ്ടാവില്ല, അതായിരിക്കും എനിക്കങ്ങനെ. ഇതുവരെയുള്ള ബേബിയുടെ അനക്കം നല്ല രസമാണ്. അത് അനങ്ങിയില്ലെങ്കിൽ നമുക്കൊരു അയ്യോ ഇന്ന് അനങ്ങിയില്ലല്ലോ അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരും. അങ്ങനെ അതർവൈസ് എന്താ പറയുക, എനിക്ക് നല്ലതാണ് കേട്ടോ ബേബിയുടെ അനക്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ചേട്ടനും കാണിച്ചു കൊടുക്കും, കൈവച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വയറിൽ കൈ വയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബേബി കിക്സ് ഡെയിലി റിട്ടേൺ ഡൗൺ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഡെയിലി റിട്ടേൺ ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ചെയ്യണമൊന്നുമില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് നമ്മൾ അനക്കല്ല എന്നുണ്ടെങ്കിൽ
പറയണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അനങ്ങണില്ലേ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് എണീക്കണ ഒരു ടൈമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും എണീക്കണേ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ എൻ്റെ ബേബി ഒരു 10 മണിയാവുന്ന ടൈം കണ്ട് എണീക്കും. അപ്പോൾ തൊട്ട് നമുക്ക് അറിയാൻ പറ്റും അനങ്ങണതൊക്കെ. പിന്നെ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ അനങ്ങും. അപ്പോൾ അങ്ങനെ റിട്ടേൺ ഡൗൺ ചെയ്തൊന്നും ഞാൻ വെക്കുന്നില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അനങ്ങണില്ലേ എന്നുള്ളത് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം, അനങ്ങുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അനക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഒരു 5 മന്ത് കഴിഞ്ഞാൽ കഴിക്കാം എന്ന് പറയുന്നത് കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാരിങ് ആയ ടൈം തൊട്ടിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യം പൈനാപ്പിൾ കഴിക്കണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് പൈനാപ്പിൾ. കഴിക്കണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റും. ഞാനങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഒരു 5th മന്തിന് ശേഷം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് ആ ഒരു ആപ്പിൾ ഫുള്ള് നമ്മൾ കഴിക്കില്ലേ, അതുപോലെ ഒന്നും ഞാൻ പൈനാപ്പിൾ കഴിച്ചിട്ടില്ല. ജസ്റ്റ് കൊതിക്കൊരു വരുന്നൊരു പീസൊക്കെ കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് കഴിക്കാനായിട്ട് ഇപ്പം എനിക്ക് കഴിക്കാൻ തോന്നിയാലും ഇവിടെ ഉള്ളവർ സമ്മതിക്കാറില്ല, അതുകൊണ്ട് അത് കഴിക്കാറില്ല കേട്ടോ. പൈനാപ്പിളിൻ്റെ പിന്നെ ഈ 5 മാസം കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് കറക്റ്റാണോ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് എനിക്ക് അറിവില്ല. അതുകൊണ്ട് ഞാൻ പറയണില്ല കഴിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ 5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പീസ് അല്ലെങ്കിൽ ഒരു 2 പീസ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് വല്ലപ്പോഴും. ഇപ്പോൾ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ Q&A വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവസാനിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവർക്കും താങ്ക് യു. പിന്നെ അതുപോലെ എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചിട്ടില്ല. അതുപോലെ ക്വസ്റ്റ്യൻ ഇട്ടവരുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഒരുവിധമൊക്കെ എൻ്റെ ഫാമിലി ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു 3-4 പേരാണ് എനിക്ക് അറിയാത്തവരായിട്ട് ചോദിച്ചിട്ടുള്ളവരുള്ളൂ. അപ്പോൾ എല്ലാവരുടെ പേര് ഞാൻ അങ്ങനെ എടുത്ത് പറയണമൊന്നുമില്ല. പക്ഷേ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചതിനുള്ള ആൻസർ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ കണ്ടൻസും കുഞ്ഞു വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ 7th മന്ത് ബേബി ഷവർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ബാഗ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ മെറ്റർണിറ്റി വെയറിൻ്റെ വീഡിയോ, ബാക്ക് പെയിൻ റിഡ്യൂസ് ആവാനുള്ള വീഡിയോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഓരോരോ വ്ളോഗായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.